ഈഗിൾ സ്റ്റോറി ഈഗിൾ എന്താ ഈഗിൾ ഇഷ്യൂ അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ഗൈസ്, ഇവരെ രണ്ടുപേരും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇവര് നമ്മൾ ഈ മാറ്റർ ആക്ച്വലി പറഞ്ഞു നിർത്തിയതാ. ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. എന്തായിരുന്നു അടിയുടെ ശബ്ദം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെടുത്താണ് പോയിട്ട് മുമ്പിത്തരം കാണിക്കുന്നത്? സത്യം വേറെ ആരെങ്കിലും ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഓക്കെ, ഇത് ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഇവന്റെ കൂടെ നിങ്ങളില്ലേ ഇത് താഴ്ത്തുന്ന എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. നമ്മുടെ കൂടുതൽ ആൾക്കാരെ ഓക്കെ ഇവിടെ ടെക്നിക്കലിയോ അല്ലെങ്കിൽ PC ആയി ബന്ധപ്പെട്ട് ടെക്നിക്കലോ അല്ലെങ്കിൽ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഈകളുടെ കൂടെയുള്ള ഓരോരുത്തന്മാർക്കും ആരെ വിളിച്ചു പറഞ്ഞാലും ഒരുത്തന്റെ ID തപ്പാനോ അഡ്രസ്സ് തപ്പാനോ ആരെ വിളിച്ചു ചോദിച്ചാലും കിട്ടും. അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കണ്ട, ഒന്നിച്ച് തൊട്ടടുത്തുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ പൊക്കിക്കൊണ്ട് തരും. അങ്ങനത്തെ ടീമാണ് അവൻ്റെത്, മനസ്സിലാ? ആടെ പോയിട്ട് ഊമ്പിത്തരം കാണിക്കുമ്പോ കുറച്ച് ബുദ്ധി കാണാനും കുറച്ച് സൂക്ഷിക്കണമായിരുന്നു. പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ആടെ പോയിട്ടാണ് ഇങ്ങനത്തെ ഊമ്പിത്തരം കാണിക്കുന്നത്. ഇത് നല്ല പണി കിട്ടും മോനെ, അത് ആരായാലും. 8ന്റെ പണിയാണ് കിട്ടിയേ. ആണോ? 8 ഗുണം 2 എത്രയാണ്? 16 അതെ. എന്താ അവന്റെ പേരെന്താണ്? ആരായാലും നല്ല നിന്റെ ജീവിതം മൂഞ്ചി എന്ന് വിചാരിച്ചാൽ മതി മുത്ത. നീ ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം മൂഞ്ചി. ഒരക്ഷരം പോലും തെറ്റിയില്ല. സംബന്ധിച്ച് എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നാട്ടുകാരെ നോക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ കുറിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് കൺമേഷൻ ആണെന്നൊക്കെ തന്നെ വിളിക്കുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ.